കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട എല്ലാ ദൈവപ്രവൃത്തികളും സംഭവിക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 38-ാം വാക്യം വായിക്കട്ടെ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥനാനന്തരം പ്രാർത്ഥിച്ച തനിക്ക് മാത്രമല്ല, തൻ്റെ ചുറ്റും കൂടിയിരുന്ന മുഴുവൻ ദേശനിവാസികൾക്കും തന്നെ ഏതെങ്കിലും നിലയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കും ഒരുപോലെ മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്നു. അതെ, കഴിഞ്ഞ ഏകദേശം 3.5 കൊല്ലമായിട്ട് വരൾച്ച പിടിമുറുക്കിയിരിക്കുന്ന ആ നാട്ടിൽ വെള്ളമില്ലാതെ കഷ്ടം അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു മഴ ലഭിക്കണം എന്നുള്ളത് മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്, ആഗ്രഹമാണ്. എന്നാൽ ഇതേ പുസ്തകത്തിന്റെ 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പ്രവാചകനായ ഏലിയാവ് വിളിച്ചു പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല. ദേശം നശിച്ചു പോകട്ടെ എന്ന ആഗ്രഹത്തോടെ അല്ല താനത് പറഞ്ഞത്. എത്ര ശക്തനായ മനുഷ്യനാണെങ്കിലും അധികാരിയാണെങ്കിലും അവരെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരവസരമായിരുന്നു ഇത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ പ്രവാചകനായ ഏലിയാവും തനിക്ക് എതിരെ നിന്ന പാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കിൽ നിന്ന് ഭക്ഷിച്ചു വന്നിരുന്ന 400 അശേര പ്രവാചകന്മാരെയും ഒരു യാഗത്തിനു വേണ്ടി കൂട്ടിവരുത്തിയിരിക്കുകയാണ്. 2 യാഗമൃഗങ്ങളെയും അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇരുകൂട്ടരും ഒരുപോലെ അംഗീകരിച്ച കാര്യം ഇതാണ്, അതായത് യാഗവസ്തു ദഹിക്കണം, എന്നാൽ യാഗപീഠത്തിന് മേൽ അടുക്കി വെച്ചിരിക്കുന്ന വിറക് ആരും കത്തിക്കരുത്. ഉയരത്തിൽ നിന്ന് അല്ല, ദൈവത്തിങ്കൽ നിന്ന് തന്നെ അഗ്നി ഇറങ്ങി ഈ യാഗം ദഹിക്കണം. അത് ഇരുകൂട്ടരും സമ്മതിച്ചു. 850 പ്രവാചകന്മാർ ഒരു വശത്തു നിന്ന് അവരെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും കാര്യം സാധ്യമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏലിയാവ് തൻ്റെ അവസരം അവിടെ ഉപയോഗിച്ചു. യാഗ നിയമപ്രകാരം യാഗപീഠത്തിനുള്ള കല്ലുകളൊക്കെ ശരിയാക്കി യാഗമൃഗത്തെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി വിറകിൻ്റെ മീതെ വെച്ചു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ആ ദേശത്തെങ്ങും വെള്ളമില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിന് ഒരു കാര്യം അറിയാം, ഈ വന്നിരിക്കുന്ന പ്രവാചകന്മാർ ഏതെങ്കിലും നിലയിൽ തൻ്റെ യാഗത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കും എന്നുള്ളത്. ദൈവത്തിൻ്റെ അഗ്നി യാഗപീഠം കത്തിക്കുമ്പോൾ ആ തീ കെടുത്താൻ ഇവരെന്തെങ്കിലും ഉപായം ഉപയോഗിക്കുമെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. തീ കെടുത്താനുള്ള ഉപായം എന്ന് പറയുന്നത് അതിൻ്റെ മീതെ വെള്ളം കോരി ഒഴിക്കുക എന്നുള്ളതാണല്ലോ. അവർ ഏതെങ്കിലും നിലയിൽ അവിടെ കുറെ വെള്ളം ശേഖരിക്കുമെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. ആ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ഏലിയാവിന് അത്രയും വെള്ളമൊന്നും കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. എന്ന് വെച്ചാൽ ആ യാഗപീഠം ഉണ്ടാക്കിയതിൻ്റെ ചുറ്റും 2 സയ വിത്ത് വിതപ്പാൻ പാകത്തിൽ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കാനാണ് ഏലിയാവ് അവരോട് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു. ചുരുക്കമായി പറയട്ടെ, താൻ അവിടെ ഒരുക്കിയ യാഗപീഠത്തിൻ്റെ മുകളിൽ, യാഗവസ്തുവിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കുവാൻ ഏലിയാവ് അവരോട് ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യം അവർ അങ്ങനെ ചെയ്തു. അവർക്ക് സന്തോഷമായി. ഇത്രയും വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇനി ഇവന്റെ ഒരു പണിയും നടക്കത്തില്ല, യാഗം നടക്കത്തില്ല, തീ കത്തത്തില്ല എന്ന് അവർ ഉറപ്പുവരുത്തി. അവിടെ എത്രമാത്രം വെള്ളം ശേഖരിച്ചിട്ടുണ്ട്, ആ വെള്ളം മുഴുവൻ ഇവിടെ ഉപയോഗിക്കപ്പെടണമെന്ന് പദ്ധതിയിട്ടിരുന്ന ഏലിയാവ് പറഞ്ഞു, തോട്ടിലും വെള്ളം നിറയ്ക്കണം. അങ്ങനെ അവർ കൊണ്ടുവന്ന മുഴുവൻ വെള്ളവും അവിടെ ചിലവാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം പോലെ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം തോട്ടിലെ വെള്ളം വറ്റുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഇവർ ഓരോരുത്തരും ചേർന്ന് ആ തോട്ടിൽ നിറച്ച വെള്ളം മുഴുവനും വറ്റി. ആ വെള്ളം തീർച്ചയായിട്ടും ആവിയായി പോയി കാണുമല്ലോ. ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ മേൽ തീ കത്തിയാൽ അത് കെടുത്താൻ ഇവർ കൊണ്ടുവന്ന വെള്ളം നീരാവിയായി മുകളിലേക്ക് പോയി എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അവിടെ തുടർന്ന് ഏലിയാവിന്റെ ഒരു ചെറിയ പ്രാർത്ഥന വീണ്ടും നമുക്ക് കാണാം. അതിന്റെ ശേഷം വൻമഴ പെയ്തു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവിക പദ്ധതിയെ തകർക്കാൻ അവർ കൊണ്ടുവന്ന വെള്ളം തീ കൊണ്ട് ശുദ്ധീകരിച്ചു. അതിനെ തന്നെ ദൈവം അവിടെ മഴയാക്കി പെയ്യിപ്പിച്ചു.
ഇതോടനുബന്ധിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിമിതി ഞാൻ മാനിച്ച് ഇവിടെ നിർത്താൻ ശ്രമിക്കട്ടെ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ബെലയാമിന് ചെവികൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. അതെ പ്രിയരെ, ശാപം അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇനി അങ്ങനെ തന്നെ സംഭവം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ആകയാൽ പ്രാർത്ഥന തുടരുക. എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ആരെയും ശപിക്കുവാനോ ആർക്കെങ്കിലും ദോഷം ചെയ്യുവാനോ നമുക്ക് യാതൊരു അവകാശവുമില്ല. ദൈവം അത് അനുവദിച്ചിട്ടുമില്ല. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി തുടർന്നും ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.